ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു മീൻകറി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത് അല്ലേ. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 800 ഗ്രാമോളം വരുന്ന കാളാഞ്ചി മീനാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതല്ല ഏത് മീനാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അല്പം ദശ കട്ടിയുള്ള മീനാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി, ചെറിയൊരു കളറും കൂടി കിട്ടാനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മാത്രം അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയുടെ അളവ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല, 1 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ ഈ ഒരു മീൻ കറിക്ക് ചെറിയൊരു വ്യത്യസ്തമായ രുചി നൽകുന്നത് ഈ ഒരു അല്പം വിനാഗിരി ചേർത്ത മസാല റെഡിയാക്കി എടുക്കുമ്പോഴാണ്. അതുപോലെ വിനാഗിരി നമ്മൾ കറിയിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ മസാല റെഡിയാക്കുന്ന ടൈമിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മസാലയൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി മീൻ കറി തയ്യാറാക്കാനുള്ള മൺചട്ടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 വലിയ പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനൊരു 8-10 ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന മസാല ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കറി റെഡിയായി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 മുറി തേങ്ങ അത്യാവശ്യം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പിഴിഞ്ഞ് 2 കപ്പാക്കി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണിത്. ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാൽ കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് കുടംപുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 മീഡിയം വലിപ്പത്തിലുള്ള കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. നമ്മളുടെ ഈ ഒരു തേങ്ങാപ്പാലും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്കായി ഒന്ന് ടേസ്റ്റ് എല്ലാം യോജിച്ച് വരാനായിട്ടാണ് ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് മീൻ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം 1 സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മീൻ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് പകുതി അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് വറ്റി വരട്ടെ. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മളിത് ഇളക്കി ഒന്നും കൊടുക്കരുത്, മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവും. ഇങ്ങനെയും ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ. അതുപോലെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനൊരു അല്പം ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ പാകത്തിന് വറ്റി എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇരിക്കുമ്പോൾ നമ്മളുടെ കറി ഒന്ന് കൂടി കുറുകി വരും. അതിൻ്റെ പേരിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ കറി ഒന്ന് താളിച്ചും കൂടി ഇടണം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മളുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അപ്പം നമ്മളുടെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള നല്ല അടിപൊളി മീൻകറി ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇരിക്കും തോറും ഇനിയും കുറുകും, അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു മീൻകറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം.